നമ്മുടെ മലബാർ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇപ്പോൾ പറയുകയുണ്ടായി ഞങ്ങൾക്ക് സെക്ഷനിൽ ഒരു പപ്പടം നമ്മുടെ പിന്നെ പഞ്ചായത്തിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന്റെ ഓണറായ മിസ്റ്റർ പ്രവീണാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നമസ്കാരം, ഞാൻ പ്രവീൺ. പറഞ്ഞ പോലെ ചെമ്മാണിയോട് മലബാർ ഫുഡ്സ് എന്ന പപ്പട കമ്പനി നടത്തുന്നതാണ്. കുറെ പേർക്ക് എന്നെ അറിയുന്നുണ്ടാവും. നിങ്ങളെ പോലെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ താഴെക്കടയിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. ഒരുപാട് പ്രശ്നങ്ങളും അഭിമുഖീകരിച്ച് അപ്പൊ അതിൽ വരുന്ന കുറച്ച് ടിപ്സുകൾ, കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ളത്. ഞാൻ ഈ ബിസിനസ്സും ജോലിയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. പക്ഷെ കച്ചവടത്തിൽ നല്ല, കാരണം ജോലിയാകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഫ്രീഡവും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ലഭിച്ചോണമെന്നില്ല. പക്ഷെ ബിസിനസ് ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കടങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കുന്നുകൂടി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് ഫ്രീഡവും നല്ല രീതിയിൽ ചെയ്യാൻ അറിയുന്ന ആളുകൾ, എങ്ങനെയാണോ ബിസിനസ്, നിങ്ങൾ ഏത് ഉൽപ്പന്നമാണോ വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെതായ പരിഗണനയോട് കൂടി. ഈ 40 ലക്ഷം രൂപ നമ്മുടെ കല്യാണം കഴിഞ്ഞിരുന്നു, ഒരു കുട്ടിക്കായിരുന്നു. പക്ഷെ എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല, കാരണം അവർക്ക് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല എൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് എനിക്ക് അവരോട് ഡിസ്കസ് ചെയ്തിട്ട് അവരെയും കൂടി വർഷത്തിലാക്കാന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പറയാതെ ഇതിനെ ഓവർകം ചെയ്യാനുള്ള പരിപാടികളാണ് ഈ 40 ലക്ഷത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു 5-8 വർഷം, നമ്മളൊരു 2009-ലൊക്കെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പപ്പട കമ്പനി. ആ സമയമാകുമ്പോഴേക്കും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളൊരു സാഹചര്യം വന്നു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പപ്പട കമ്പനിയിലേക്ക് ഇറങ്ങുന്നത്. എനിക്കറിയുന്നില്ല, നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് പപ്പടം കഴിച്ചിട്ട് ശീലമുള്ളൂ. ഞാൻ എൻ്റെ കുലത്തൊഴിലൊന്നുമല്ല പപ്പടം. അപ്പൊ നമ്മളതിലേക്ക് ഇറങ്ങി വേറെ എന്തിനും കുറെ കാര്യങ്ങൾ 10-15ഓളം ബിസിനസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നിലും നമ്മളതിന്റെ മാക്സിമത്തിലേക്ക് എത്തിക്കും. പക്ഷെ സാഹചര്യവശാൽ അത് നടക്കില്ല. അങ്ങനെ കുറെ ലോസും കാര്യങ്ങളൊക്കെ വന്ന് 40 ലക്ഷത്തോളം കടം വന്നു. ചുരുക്കി പറഞ്ഞാല് ആത്മഹത്യയുടെ വർഗത്തെത്തി. നമുക്ക് വേറെ വീട്ടിൽ പറയാൻ പറ്റില്ല. വീട്ടിൽ പറയുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈഫും ഒക്കെ വന്നതാണ്. പിന്നെ ഒരു കുട്ടിയായിരുന്നു. അച്ഛനോട് പറഞ്ഞ കാര്യമില്ല, അമ്മയോട് പറഞ്ഞ കാര്യമില്ല, ആരോട് പറഞ്ഞ കാര്യമില്ല. പിന്നെ വിറ്റ് കിട്ടാൻ പറ്റുന്ന കടത്തിൽ ഉപരി എനിക്കുണ്ടായിരുന്നു. അത്ര സാമ്പത്തിക സ്ഥിതി മുതലോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ പപ്പട മലബാർ ഫുഡ്സ് എന്ന സ്ഥാപനം തുടങ്ങുന്നത്. അതിൽ നമുക്ക് എല്ലാ ബിസിനസ്സിലും വളരെ ഒരുപാട്, ഞാൻ പറഞ്ഞോ കോഴിക്കോട് ഒരു ആൾ കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സാധാരണ എല്ലാ ബിസിനസ്സും തുടങ്ങുന്ന പോലെ തന്നെ വൻ പ്രതിസന്ധിയിലേക്ക് പോയി. എനിക്ക് ഡയലി എനിക്ക് ഒരിക്കലും പിടിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് സാമ്പത്തിക ഇതുകൾ പോയി. വൻ കടങ്ങളിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളെ പാർട്ണർ പറഞ്ഞു എനിക്ക് സാധിക്കില്ല, കാരണം അദ്ദേഹം എൻ്റെ ഏകദേശം ആ റേഞ്ചിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് കുറേ കടകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ കൂടെ സാധിക്കില്ല പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ 5 ലക്ഷം ആണ് അദ്ദേഹം മുടക്കിയിരുന്നത്. ഞാൻ മനസ്സിലാകാനേയുള്ളൂ. അദ്ദേഹത്തിന്റെ ക്യാഷ് തിരിച്ചു വെച്ചു. ഞാനേ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്, ഒറ്റപ്പെട്ടി കിടക്കുകയാണ്. പക്ഷെ എൻ്റെ നാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിന് വേണ്ടി കോഴിക്കോടായിരുന്നു. നമ്മൾ 5 ലക്ഷം അവിടുന്ന് മാറ്റി അത് എടുത്തിട്ട് വീട്ടിൽ കൊടുത്തതിന് ശേഷം, കാരണം എനിക്കിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ വീട്ടിൽ പോയി. അന്ന് വീട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല, അവരെ കൂടെ പോയിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് ഞാൻ വളരെ വിഷമിച്ച്, എനിക്ക് വലിയ വിഷമം. ഞാൻ അവിടെ പാടുണ്ട്, അവിടെ പോയിട്ട് ഇരിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അവിടെ പോയിരിക്കുന്നു. അതിൽ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഇത്രയും കടങ്ങളായിട്ടും ഇത്രയും പ്രതിസന്ധി, ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് ഞാൻ ഒരാളോട് ഡിസ്കസ് ചെയ്തില്ല പറഞ്ഞു, അമ്മയോട് പോലും. അങ്ങനെയാണ് ഞാൻ പാടത്തിരിക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട്, അറിയാതെ ഞാൻ 2-3 മണിക്കൂറോളം ഇരുന്നിട്ടുണ്ടാവും. അപ്പോഴാണ് അമ്മ വന്നത്. അമ്മ വന്നപ്പോൾ സത്യത്തിൽ ഞാൻ ആകെ തെറ്റുപോയി. കാരണം ഞാൻ ഒന്നാം ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല, അവരെ കൂടെ ഭക്ഷണത്തിലാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും. പക്ഷെ അങ്ങനെ അമ്മ വന്നപ്പോൾ എന്റെ കൺട്രോൾ പോയി. ഞാൻ കരഞ്ഞു, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്റെ പ്രശ്നവും എനിക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഷയങ്ങളും വിഷമങ്ങളും എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെയല്ല അമ്മ പ്രതികരിച്ചത്. ഞാൻ എന്നെ പോലെ തന്നെ അമ്മയും തളർന്നു പോകുന്നതാണ് കരുതിയത്. പക്ഷെ അമ്മ പറഞ്ഞു, പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ബിസിനസ്സിലുണ്ടാവും, അത് നമുക്ക് തരണം ചെയ്യാൻ പറ്റുക നോക്കിയോ. കാരണം നമുക്ക് അതിനുള്ള വീടും പുരയിടും ഒക്കെ ഉണ്ട്, അതൊക്കെ വിറ്റ് അതിന്റെ കട തീർക്കാവുന്നുള്ളൂ. അതൊക്കെ വിറ്റിട്ട് നമുക്ക് നോക്കി നോക്കാം. എത്രയോ ആളുകൾ വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട്, നമുക്കത് താമസിച്ചാലെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അത് എനിക്ക് വലിയൊരു തിരിച്ചുവരവായി. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഉത്തരമാണ് അമ്മയുടെ നിന്ന് കിട്ടിയത്. അതിൽ എനിക്ക് ഭയങ്കര ഒരു ഉന്മേഷവും ഉത്സാഹവും തോന്നി. ഞാൻ തിരിച്ചു പോരുമ്പോൾ വീട്ടിലെ കമ്പനിയിലേക്ക് പോരാൻ നിർത്തണം
നിർത്തണം എന്ന് ഉറപ്പിച്ചിരുന്നു. ഞാൻ നിർത്തി വെക്കാൻ എനിക്ക് വേറെ ഏതെങ്കിലും ഫീൽഡ് നോക്കണം, കാരണം അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഞാൻ നിർത്തി എന്ന് അറിഞ്ഞാൽ കടക്കാരുടെ പേരുകൂടെ ആയിരിക്കും വീട്ടില്, അത് വീട്ടുകാർക്ക് താങ്ങാൻ പറ്റില്ല, എനിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ അമ്മ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അമ്മ തന്നിട്ടില്ല, സാമ്പത്തികം തീർക്കാനുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുന്ന കാര്യമോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് തിരിച്ചു കയറാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളാണ് നമ്മുടെ ബിസിനസ് വിജയിക്കുന്നത്. നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നിയ കാര്യമില്ല, നമ്മുടെ ഉപബോധ മനസ്സുണ്ട്, അതിന്റെ ഉള്ളിലേക്കാണ് കയറി കഴിഞ്ഞാൽ ഞാൻ വിജയിച്ചിരിക്കും എന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ വിജയിച്ചിരിക്കും. അതെന്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിച്ച കാര്യം. അന്ന് നമ്മള് അത്രയും ഗതി കൂട്ടിയിട്ട് നമ്മളൊരു ഡെയിലി ഒരു 500 രൂപയെങ്കിലും എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അല്ലെങ്കിൽ അതിനുള്ളൊരു ഗതിയെങ്കിലും ദൈവം എനിക്ക് ഉണ്ടാക്കി തരുന്നതിന് ഞാൻ പലപ്പോഴും ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ഒരു ഡെയിലി 500 രൂപ എന്റെ വീട്ടിലെ കാര്യങ്ങൾ എന്റെ തൽക്കാല ചെലവുകൾ കഴിഞ്ഞു പോകുന്ന സ്ഥിതി എനിക്ക് ഉണ്ടാക്കി തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു എന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇപ്പോ നമ്മൾ അന്നൊരു 5-8 ആളെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നമുക്കൊരു 75ഓളം ആളുകൾ നമ്മളെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മള് അത്തരം ആളുകൾ അവരുടെ പ്രാർത്ഥന നമുക്കുണ്ടാവും. നമുക്കത് സാലറി കൊടുക്കുക എന്നുള്ളൊരു അവരെ ഞാൻ ഇതുപോലെ തന്നെ നമ്മള് അവർക്ക് വീക്കിലി മീറ്റിംഗ് എടുക്കും. മീറ്റിംഗ് എടുത്ത് അവർക്ക് അവരെന്റെ കൂട്ടത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കൊണ്ടുപോകാറ്. ഓരോ ആളുകളും ഓരോ വ്യക്തികളെ, എന്റെ ജോലിക്കാരോ അല്ലെങ്കിൽ എന്റെ വയസ്സിൽ കൂടിയ ആളുകളാണ് എന്റെ ചേച്ചിമാരാണ്, എന്റെ വയസ്സിൽ കുറഞ്ഞ ആളുകളാണ് എന്റെ അനിയത്തിമാരാണ്, മറ്റുള്ളൊക്കെ എന്റെ സുഹൃത്തുക്കളും. ആ രീതിയിൽ തന്നെ കാണാറും ആ രീതിയിൽ തന്നെ ഞാൻ ബന്ധപ്പെടാൻ ഈ 15 വർഷം എന്റെ കമ്പനി കൊണ്ടുപോയത് മാത്രമാണ്. പിന്നെ ഞാൻ എന്റെ കമ്പനിയിൽ പ്രാവർത്തികമാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മളെ വഴിയെ. ഞാൻ ഒരുപാട് മീറ്റിങ്ങുകൾ മീൻസ് നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. ഒരു എറണാകുളം അവിടെ കുട്ടിക്കാലം മുതലേ ഞാൻ പപ്പട കമ്പനിയിലേക്ക് വരുന്നതിന് മുമ്പേ എനിക്കൊരു ഒരുപാട് അങ്ങനത്തെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും കിട്ടുന്ന ഒരുപാട് ഇൻസ്പയറിംഗ് സ്റ്റോറികൾ ഉണ്ടാവും. നമുക്ക് ജീവിതം കൊണ്ട് നമുക്കത് എത്തിപ്പിടിക്കാനാവുമ്പോഴേക്കും നമ്മളെ ലൈഫിൽ ചില ആളുകളുടെ ജീവിതത്തിലൂടെ നമ്മൾ എത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടിപ്സ് ആയിട്ട് കിട്ടും. നമുക്ക് പ്രാവർത്തികമാക്കിയാൽ മാത്രം മതി, നമ്മൾ അനുഭവിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറെ കാലം മുമ്പേ ഞാൻ മറ്റേ ക്ലാസ്സുകൾക്കൊക്കെ പോകാറുണ്ട്. ഒരുപാട് പീക്കിന്റെ ക്ലാസ് ലാസ്റ്റ് അറ്റൻഡ് ചെയ്തത്, അതായത് സ്പാർക്ക് സ്റ്റോറിയാണ് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയത്. അപ്പൊ നമ്മളങ്ങനെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ടിപ്സുകൾ നമുക്ക് കിട്ടും. ഇപ്പൊ ഞാൻ നിലവിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കണ്ടന്റ് കൂട്ടിയിട്ട് നമുക്ക് കമ്പനി പ്രാവർത്തികമാക്കുന്ന ഒരുപാട് സംഭവമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വലിയ ബിസിനസ്സുകാരാണെങ്കിലും ചിലപ്പോ ഡെയിലി ലക്ഷങ്ങൾ വെക്കുന്ന വിറ്റുകളുള്ള ആളുകളെ കുടിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഒരു 500 രൂപയ്ക്ക് വെക്കുന്ന ആളുകളെ അവിടെ ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം എന്നെ കമ്പനിയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്, നമ്മുടെ സ്റ്റാഫുകൾ, നമ്മളെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരാളെങ്കിലും നമ്മുടെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100 ആളായിക്കോട്ടെ 500 ആളായിക്കോട്ടെ നമ്മുടെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? നിങ്ങൾ കമ്പനിയെ മുകളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. കാരണം നിങ്ങളുടെ സ്റ്റാഫുകളാണ് എപ്പോഴും നമ്മളെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുപോകുന്നത്, നമ്മളല്ല സത്യത്തിൽ അല്ലെ. അതിന്റെ ഒരു ബേസിക് ഒരു 50% വരെ നമുക്ക് താങ്ങി നിർത്താൻ പറ്റും. ബാക്കി കമ്പനിക്ക് നമ്മുടെ സ്റ്റാഫുകളാണ് കൊണ്ടുപോകുന്നത്. ഈ സ്റ്റാഫുകളെ നമ്മളെ കൂടെ നിർത്താൻ കഴിയുന്ന എത്ര പേരുകളുണ്ട്? കുറവായിരിക്കും. അല്ലെങ്കിൽ അവരെ അനലൈസ് ചെയ്യാൻ എല്ലാവരും ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അവർ ഏത് രീതിയിലാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് അവരുടെ കമ്പനിയുമായിട്ടുള്ള നമ്മുടെ സ്ഥാപനവുമായിട്ടുള്ള മനോഭാവം എന്നൊന്നും പല ആളുകൾക്കും അറിയുന്നത്. അതിനുവേണ്ടി ഞാൻ ചെയ്ത കാര്യം, നമ്മൾ എ പ്ലെയർ, ബി പ്ലെയർ, സി പ്ലെയർ എന്നുള്ള ഒരു കാറ്റഗറി തിരിച്ചു. ഒരു 75 സ്റ്റാഫുകൾ നമുക്കുണ്ട്. എ പ്ലെയർ, ബി പ്ലെയർ, സി പ്ലെയർ എന്ന് പറഞ്ഞാൽ, എ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഇതുപോലെ മീറ്റിംഗ് വിളിച്ചു. ഞാൻ ആഴ്ച ഞങ്ങൾ മീറ്റിംഗ് വിളിക്കും. അതിൽ ഞാൻ പറഞ്ഞവരോട് നമ്മൾ ഏറ്റവും 15 വർഷമായിട്ട് നമ്മളെ കൂടുതലുള്ള ആളുകളാണ്. വളരെ കമ്മിറ്റഡ് ആയിട്ടും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്വീകാരമുള്ള ആളുകളാണ് നമ്മൾ കൂടുതലൊക്കെ. പക്ഷെ നമ്മളെ നിലവിൽ നമ്മുടെ കമ്പനിയിൽ മറ്റുള്ള ആളുകളോടൊക്കെ വളരെ സൗഹാർദ്ദം പെരുമാറുക, അവിടെ നല്ലൊരു ഒരു പോസിറ്റീവ് സാഹചര്യം ഉണ്ടാക്കുന്ന ആളുകൾ, അതുപോലെ കമ്പനിയെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് നമ്മൾ ഈ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ പോയാലും ചിന്തിക്കാൻ പ്രാപ്തരായ ആളുകൾ, നമ്മൾ വിജയിക്കണം, അതിന് കൂടെ അവർക്ക് വിജയം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അതുപോലെ പോസിറ്റീവായിട്ട് നമുക്ക് ഒരുപാട് പണികൾ ഉണ്ടാക്കി ചെയ്തു തരാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളെ പോസിറ്റീവായിട്ട് നമ്മുടെ കമ്പനിയെ, നമ്മുടെ കാര്യങ്ങളെ നമ്മളെ മുകളിലേക്ക് കയറാൻ നമ്മൾ ചിന്തിക്കാൻ പ്രാപ്തരായ ആളുകൾ, അവരാണ് എ പ്ലേയേഴ്സ്. ഓക്കെ, ബി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നല്ല രീതിയിൽ പണിയെടുക്കും. അതുവരെയ്ക്കുള്ള ആരോഗ്യമുണ്ട്, നല്ല രീതിയിൽ പണിയെടുക്കുക ചെയ്യും. പണിയെടുക്കുക പറഞ്ഞാൽ അവർക്കിപ്പോൾ നമ്മളൊരു 500 രൂപ കൊടുക്കുന്ന അല്ലെങ്കിൽ 1000 രൂപ കൊടുക്കുന്ന 1000 രൂപയ്ക്ക് പണിയെടുക്കും. ഓക്കെ, നമുക്കത് മതി, 1000 രൂപയ്ക്ക് പണിയെടുക്കും അവര്. പക്ഷെ കമ്പനിയുടെ കമ്മിറ്റിയുടെ കാര്യങ്ങളൊന്നും അല്ല, അവര് കൃത്യമായിട്ട് പണിയെടുക്കും, കൂലി പഠിക്കും, അവർ പോകും. അവര് ബി പ്ലേയേഴ്സ്.
സി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 10-700 രൂപ ശമ്പളം മേടിക്കും. മേടിച്ചതിന് ശേഷം അവര് കൃത്യമായിട്ട് ജോലി ചെയ്യില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പണിയായിരിക്കും. നമ്മളെ കാണുന്ന സമയത്ത് ഭയങ്കര സംസാരം, ഭയങ്കര എന്താ പറയുക, ഭയങ്കര നമുക്ക് സപ്പോർട്ടായിട്ട് ഭയങ്കര സംസാരം കാര്യങ്ങളൊക്കെ ആയിരിക്കും. പുറത്ത് നമ്മളെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങൾ പറയുക, നമ്മളെ കമ്പനിക്ക് വിരുദ്ധമായിട്ട് ചെയ്യുക, നമ്മളെ കമ്പനിയെ താഴേക്കിടേക്ക് എത്തിക്കാൻ, മുകളിൽ തയ്ച്ച് താഴത്തേക്ക് ഇടാൻ വേണ്ട കാര്യങ്ങളൊക്കെ അത് ചെയ്യും. ഇങ്ങനത്തെ ആളുകളാണ് സി പ്ലേയേഴ്സ്. കുറച്ച് ജോലിക്കാരുള്ള സ്ഥാപനങ്ങൾ ആയിരിക്കും അവർക്കൊക്കെ ഇത് ബോധ്യവും. ഞാൻ പറഞ്ഞ കാര്യം 100% ബോധ്യമായിരിക്കും. ഈ സി പ്ലേയേഴ്സിനെ നമ്മൾ കണ്ടാൽ സി പ്ലേയേഴ്സും ബി പ്ലേയേഴ്സും എ പ്ലേയേഴ്സും ഇല്ലാത്ത ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനവും നമ്മുടെ മുന്നിൽ ഉണ്ടാവില്ല. എന്തായാലും അപ്പൊ ഇവരെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ട് അവരെ നമ്മളെ സിയുള്ള ആളുകൾ ഞാൻ അവിടെ എത്തിയിരിക്കുന്ന എയും ബിയും എന്റെ കമ്പനി ഉണ്ടാവും. സി ആയിക്കഴിഞ്ഞാൽ ഞാൻ ഒഴിവാക്കും. അത് സാലറി മേടിക്കുന്ന സമയത്ത് സി കഴിഞ്ഞാൽ പിന്നെ എന്റെ കമ്പനിക്ക് വരുന്നത് ഞാൻ പറയുന്നത്. കാരണം അതിനുള്ള സംവിധാനം അവർക്കില്ല. കാരണം നമ്മൾ മറ്റുള്ള ആളുകൾ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഈഗോ അടിച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ സമയം പറഞ്ഞാൽ അവർ വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ കമ്പനിയാണ്. അപ്പൊ അവർക്കൊരു ഒരു മൈൻഡ് ഫ്രീഡം വേണം, സന്തോഷമായിട്ട് അവിടെ ചെലവഴിക്കാൻ സാധിക്കുന്നവർക്ക്. അപ്പോഴാണ് അവര് നമ്മുടെ കമ്പനിക്ക് വരാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള എന്റെ ഉത്തരവാദിത്തം. അത് പല കമ്പനിയിലും ഞാൻ പോയിട്ട് അങ്ങനെ ചില രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് പൂർണ്ണ രൂപം നമ്മളതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കണം. അപ്പൊ അവര് സി പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഓർക്കും. ബി പ്ലേയേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 മാസം സമയം തരും. സമയം തന്ന ശേഷം എയിലേക്ക് വരണം. ഇല്ലെങ്കിൽ ഞാൻ 1-to-1 എന്ന് പറയാം. അപ്പൊ ഞാൻ നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ 1-to-1 എന്നാണ് പറയാം. നമ്മൾ 1-to-1 ഇരിക്കാം, അല്ലെങ്കിൽ ഓഫീസിൽ വന്നിരിക്കാം. ഇതിൽ സംസാരിച്ചത് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്, ഇവിടെ നിൽക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ട് എന്നോട് പറയാം. എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ സാധിപ്പിച്ചു തരാൻ ഞാൻ സന്നദ്ധനാണ്. അത് ഞാൻ ചെയ്യും. അത് അവർക്ക് എല്ലാവർക്കും ബോധ്യമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരു നെവർമൈൻഡായിട്ട് കമ്പനിക്ക് വരരുത്. അപ്പോൾ എ പ്ലേയേഴ്സ് ആവാൻ നിങ്ങൾ നിർബന്ധിതയാണ്. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ചോദിക്കും. അപ്പോൾ അവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഞാൻ സി അല്ലേ എന്ന് ചോദിക്കുന്നില്ല. അപ്പോൾ സി ആവുമ്പോൾ അങ്ങനെ അവരുടെ ആവശ്യം ചോദിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ഞാൻ 2 മാസം കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒരു 10-30ഓളം ആളുകളെ എയിലേക്ക് തള്ളിക്കയറ്റിയാണ്. എയിലേക്ക് തള്ളിക്കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റും അവർ കിട്ടുന്ന ബെനിഫിറ്റും വേറെ ഉണ്ട്. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ് ഞാൻ എക്സ്ട്രാ കൊടുക്കും. എനിക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഒരു എ പ്ലെയർ നമ്മുടെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ അവർ നോക്കിക്കൊണ്ട് നമ്മുടെ സ്ഥാപനം മുഴുവൻ 100% വിജയിക്കും എന്നുള്ള കാര്യമാണ്. ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ വേറെ ആളെ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് ഒരുപാട് പൊക്കി പറയാനില്ല, ഒരുപാട് താഴ്ത്തി പറയാനാണ്. കാരണം ഇതിനേക്കാൾ താഴെക്കടയിൽ ഒരുപാട് നരകിച്ചതാണ്. 5-8 കൊല്ലത്തോളം ഞാൻ നല്ലോണം നരകിച്ചതാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും എൻ്റെ അപ്പയ്യക്കാരികളൊക്കെ അവർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. നമ്മളെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാണ്. അതിന് ശേഷമാണ് നമുക്ക് നമുക്ക് ഒരിക്കലും ഒരു കച്ചത്തുരുപ്പായിട്ട് വലിയ സംഭവം കിട്ടിയിട്ടില്ല. മെല്ലെ 15 വർഷത്തോളമായി പിന്നെ തുടങ്ങിയിട്ട് 2009 തുടങ്ങിയതാണ്. 2024 ഇത്രയായപ്പോഴേക്കും ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ രീതിയിൽ കാര്യങ്ങളൊന്നും. ഇത് നമുക്ക് കോൺഫിഡൻ്റ് ആണ്. നമുക്ക് അടികൾ വന്നാലും അതിനെത്രത്തോളം അടികളിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ കേരളത്തിനുള്ളിലും മൊത്തത്തിലും അതുപോലെ കേരളത്തിന് പുറത്തേക്കൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ പോലെ വളരെ രീതിയിൽ ചിന്തിച്ച് തുടങ്ങിയ സംഭവമാണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ മോളിൽ കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല. ഞാൻ പറഞ്ഞു 500 രൂപ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ് എന്ന് പഠിച്ചവരോട് ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സത്യമായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ കയറി വന്നത്. ഇപ്പോൾ ഈ രീതിയിലൊക്കെ വന്നത് അവരുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിലിരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ എൻ്റെ സംസാരത്തിൽ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ, ബിസിനസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.